8ാം ക്ലാസ്സിലെ മാറ്റങ്ങളുടെ രസതന്ത്രം. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും ദ്രവ്യങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്ഥിതി ചെയ്യാൻ നമുക്കൊരു സ്ഥലം ആവശ്യമുണ്ട് ഒരു വസ്തുവിനെങ്കിൽ അതിനൊരു വ്യാപ്തമുണ്ട്. അപ്പോൾ ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അതിൻ്റെ മാസ്. അപ്പോൾ ഒരു വസ്തുവിനൊരു മാസമുണ്ട്, സ്ഥിതി ചെയ്യാൻ ഒരു സ്ഥലം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പറയും അതൊരു ദ്രവ്യമാണ് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അടുത്ത പേജിൽ നന്നായിട്ട് അതിൻ്റെ ഡെഫിനിഷൻ കാണാൻ വേണ്ടി പറ്റും. അതായത് സ്ഥിതി ചെയ്യാൻ ഒരു സ്ഥലം ആവശ്യമുള്ളതും മാസുള്ളതുമായ എന്തിനേയും നമുക്ക് ദ്രവ്യം എന്ന് വിളിക്കാം. ഖരം, ദ്രാവകം, വാതകം ദ്രവ്യത്തിൻ്റെ 3 അവസ്ഥകളാണ്. പലതരത്തിലുള്ള മാറ്റങ്ങളുണ്ട് നമ്മളെ ചുറ്റും. രാസമാറ്റങ്ങളുണ്ട്, ഭൗതിക മാറ്റങ്ങളുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഭൗതിക മാറ്റം താൽക്കാലിക മാറ്റങ്ങളാണ്, രാസമാറ്റം സ്ഥിരമായിട്ടുള്ള മാറ്റങ്ങളാണ്. ഭൗതിക മാറ്റത്തിൽ എന്തെങ്കിലും പുതിയ പദാർത്ഥമൊന്നും ഉണ്ടാകുന്നില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഭൗതിക മാറ്റത്തിന് ഉദാഹരണമാണ് ഐസ് ഉരുകുന്നത്. വീണ്ടും നമുക്ക് വെള്ളം തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതൊരു ഭൗതിക മാറ്റമാണ്. അപ്പോൾ ഐസ് ഉരുകുന്നത് ഭൗതിക മാറ്റമാണ്. അതുപോലെ തന്നെ ജലം ഐസാകുന്നത് ഭൗതിക മാറ്റമാണ്. അതുപോലെ തന്നെ ഉപ്പ് ജലത്തിൽ ലയിക്കുന്നത് ഭൗതിക മാറ്റം. എന്നാൽ രാസമാറ്റം ഒരു സ്ഥിരമായിട്ടുള്ള മാറ്റമാണ്. അവിടെ നമുക്ക് പുതിയൊരു ഉൽപ്പന്നം കിട്ടുന്നുണ്ട്. ഇരുമ്പ് തുരുപ്പിക്കുന്നത് ഒരു രാസമാറ്റമാണ്. അതുപോലെ മെഴുകുതിരി കത്തുന്നത് ഒരു രാസമാറ്റമാണ്. ഇതൊക്കെ ഓർത്തു വെക്കാം. കണികകൾ തമ്മിലുള്ള അകലം, ചലനം, അതിൻ്റെ ആകർഷണം, അതുപോലെ തന്നെ ഊർജ്ജം, ഇതിനനുസരിച്ച് ഖരം, ദ്രാവകം, വാതകത്തെ നമ്മളിവിടെ ഒരു പട്ടികയാക്കിയിട്ടുണ്ട്. അതിൽ കണികൾ തമ്മിലുള്ള അകലം ഖരത്തിൽ വളരെയധികം കുറവാണ്, ദ്രാവകത്തിൽ അതിനേക്കാളുണ്ട്, വാതകത്തിൽ കൂടുതലാണ്. ആകർഷണബലം ഖരത്തിൽ കൂടുതലാണ്, എന്നാൽ വാതകത്തിൽ വളരെ കുറവാണ്. എന്നാൽ കണികകൾ തമ്മിലുള്ള ചലനം നമ്മൾ നോക്കുന്ന സമയത്ത് ഖരത്തിൽ ചലനസാന്ദ്രം വളരെ കുറവാണ്, വാതകത്തിൽ വളരെ കൂടുതലാണ്. ഇതൊക്കെ ഓർത്ത് വെക്കുക. പിന്നീട് ഉത്പതനം എന്താണെന്ന് പറയുന്നത്. അതായത് ഉത്പതനം എന്ന് പറഞ്ഞാൽ നേരിട്ട് ഒരു ഖരാവസ്ഥയിലുള്ളൊരു വസ്തു വാതകമായി മാറുന്നതിനാണ് നമ്മൾ ഉത്പതനം എന്ന് പറയുന്നത്. കർപ്പൂരം കത്തിച്ചാൽ അത് നേരിട്ട് എന്ത് ചെയ്യും, അത് വാതകമായി മാറും. അതിനെയാണ് നമ്മൾ ഉത്പതനം. നാഫ്തലിൻ ഇതൊക്കെ ഉത്പതനത്തിന് ഉദാഹരണമാണ്. ഖരം, ദ്രാവകം, വാതകം ഇവർ 3 ഖരം ദ്രാവകമാകുമ്പോൾ ദ്രാവകം വാതകമാകുമ്പോഴൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, താപം ആഗിരണം ചെയ്യുക. എന്നാൽ തിരിച്ച് നടക്കുന്ന സമയത്ത് അവർ താപം പുറത്തുവിടും. ഒരു രാസപ്രവർത്തനത്തിൻ്റെ അകത്ത് അതായത് കൂടിച്ചേരുന്ന പദാർത്ഥങ്ങളെ നമ്മൾ അഭികാരകങ്ങളൊന്നും ഉണ്ടാകുന്ന, അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് കൂടിച്ചേർന്ന് ഉണ്ടാകുന്നതിനെ നമ്മൾ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നു. താപരാസ പ്രവർത്തനങ്ങൾ എന്താ, താപം ആഗിരണം ചെയ്യുകയോ അതുപോലെ തന്നെ താപം വിട്ടുകൊടുക്കുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് താപരാസപ്രവർത്തനങ്ങൾ. അതായത് നിങ്ങൾക്ക് ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ കാണാം. സിങ്കും അതുപോലെ തന്നെ നമ്മൾ HCl തമ്മിലുള്ള അത് നമുക്ക് പറയാം. അതായത് ഒരു രാസപ്രവർത്തന ഫലമായി താപം പുറത്തു വിടുന്നുവെങ്കിൽ അതിനെ നമ്മൾ താപമോചക പ്രവർത്തനം എന്ന് വിളിക്കുന്നു. രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി താപം ആഗിരണം ചെയ്യുന്നെങ്കിൽ താപാഗിരണ പ്രവർത്തനം എന്ന് വിളിക്കുന്നു. എക്സാമ്പിൾസ് കാണാം. താപമോചക പ്രവർത്തനത്തിന് എക്സാമ്പിൾ പൊട്ടാസ്യം പെർമാംഗനേറ്റും അതുപോലെ തന്നെ ഗ്ലിസറിൻ തമ്മിലുള്ളത്. താപാഗിരണ പ്രവർത്തനത്തിന് എക്സാമ്പിൾ പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ വിഘടനം. പിന്നീട് മെഗ്നീഷ്യത്തിൻ്റെ ഹൈഡ്രോക്ലോറിക് ആസിഡും താപമോചകമാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. പ്രകാശരാസപ്രവർത്തനങ്ങൾ പറയുന്നതിന് മുമ്പ് എന്താണ് ഒരു താപരാസപ്രവർത്തനത്തിൻ്റെ നിർവചനം തന്നിട്ടുണ്ട്. താപം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനമാണ്. എന്താണ് ഒരു പ്രകാശരാസപ്രവർത്തനങ്ങൾ? നമ്മൾ താപരാസപ്രവർത്തനം പറഞ്ഞതുപോലെ തന്നെ പ്രകാശത്തെ ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനമാണ് പ്രകാശരാസപ്രവർത്തനങ്ങൾ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളെ പ്രകാശ സംശ്ലേഷണം. അതിൽ നിങ്ങൾക്ക് കാണാം, പ്രകാശ സംശ്ലേഷണത്തിൽ നമ്മൾ പ്രകാശം ആഗിരണം ചെയ്തിട്ട് നമ്മൾ ഗ്ലൂക്കോസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രകാശോർജ്ജം രാസോർജ്ജമാകുന്നു. എന്നാൽ ഇവിടെ മിന്നാമിനുങ്ങിൻ്റെ കേസിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതെന്താ സംഭവിക്കുന്നത്, പ്രകാശം ഉണ്ടാണ് പുറത്തുവിടുന്നത് അല്ലേ. അപ്പോൾ രാസോർജ്ജം പ്രകാശോർജ്ജമായിട്ടാണ് മാറുന്നത്. മിന്നാമിനുങ്ങിൻ്റെ കേസും ഓർത്തു വെക്കുക. ഇപ്പോൾ പ്രകാശോർജ്ജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെ നമ്മൾ പ്രകാശരാസപ്രവർത്തനങ്ങൾ എന്നാണ് പറയുന്നത്. ഇനി വൈദ്യുത രാസപ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ വൈദ്യുതി ഉപയോഗിക്കുന്ന രാസപ്രവർത്തനങ്ങൾ അല്ലേ. അതായത് വൈദ്യോർജ്ജം ഒന്നുകൂടി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, നമുക്ക് വൈദ്യുതി കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഡ്രൈ സെൽ എന്ന് പറയുന്നത് രാസോർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നവരാണ് നമ്മൾ ഡ്രൈ സെല്ലുകൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു സെല്ലിൻ്റെ പിക്ചറൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എവിടെയൊക്കെ നടക്കുന്നതെന്ന് പറയുന്നത് അതായത് ഇവിടെ അതായത് സെല്ലാണെങ്കിൽ അവിടെ രാസോർജ്ജം വൈദ്യോർജ്ജമായി മാറും. അപ്പോൾ വൈദ്യുത രാസപ്രവർത്തനം എന്ന് പറഞ്ഞാൽ വൈദ്യുതി ആഗിരണം ചെയ്തിട്ടോ അല്ലെങ്കിൽ പുറത്തുവിട്ടൊക്കെ നടക്കുന്ന രാസപ്രവർത്തനമാണ്. വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്ത ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും, ആ ഒരു പദാർത്ഥത്തെ നമ്മൾ വിളിക്കുക ഇലക്ട്രോലൈറ്റ് എന്നാണ്. ആ ഒരു പ്രവർത്തനത്തെ നമ്മൾ ഇലക്ട്രോളിസിസ് അതായത് വൈദ്യുത വിശ്ലേഷണം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വൈദ്യുത വിശ്ലേഷണം ഇവിടെ കാണാൻ വേണ്ടി പറ്റും. നമുക്ക് പിന്നെ ഇവിടെ പറയുന്ന ഒരു മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു
നമുക്കൊരു രാസപ്രവർത്തനത്തിൻ്റെ അകത്ത് രാസപ്രവർത്തനം നടക്കുന്ന സമയത്ത് വൈദ്യോർജ്ജം ആഗിരണം ചെയ്യുകയോ അല്ലെങ്കിൽ ഉൽപ്പാദിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വൈദ്യുത രാസപ്രവർത്തനം എന്നാണ് നമ്മൾ പറയുന്നത്. വ്യത്യസ്ത രാസപ്രവർത്തനങ്ങൾ നമുക്കിവിടെ കാണാം. അതിനകത്ത് എന്ത് ഊർജ്ജമാറ്റം, പദാർത്ഥങ്ങൾ ജ്വലിച്ചാൽ താപമുണ്ടാകും, പദാർത്ഥങ്ങളുടെ വിഘടനമാണെങ്കിൽ താപം ആഗിരണം ചെയ്യും, ജൈവദീപ്തി നമ്മൾ നേരത്തെ കണ്ടു, മിന്നാമിനുങ്ങ് പ്രകാശം പുറത്തുവിടുകയാണ് ചെയ്യുന്നത്.